ധാരാളം എഴുത്തിൽ വന്നിട്ടുണ്ട്. എടശ്ശേരി ഗോവിന്ദൻ നായർ മാത്രമല്ല, PC കുട്ടിക്കൃഷ്ണൻ എന്ന ഉറൂബ് എഴുതിയ ഒരു നോവലാണ് സുന്ദരികളും സുന്ദരന്മാരും. സുന്ദരികളും സുന്ദരന്മാരും എന്ന നോവലിലെ ഇരുമ്പൻ ഗോവിന്ദൻ നായർ, നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ വായിക്കണം. ഗോവിന്ദൻ നായർ മതം മാറി സുലൈമാനാവും. ആ കഥയിലെ ഒരു പ്രധാന സന്ദർഭം. സുലൈമാനായി അയാൾ കല്ലായി മരച്ചാപ്പയിൽ ജോലി ചെയ്യുമ്പോൾ മരച്ചാപ്പയിൽ ചായക്കച്ചവടം ചെയ്യായിരുന്ന ഖദീജ എന്ന സ്ത്രീയെ കല്യാണം കഴിച്ചു. 2 മക്കളുമായിട്ട് അവളോട് താമസിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ കല്ലായി പുഴയിൽ ചാടി ആത്മഹത്യക്ക് ശ്രമിച്ചു. സുലൈമാൻ അയാളെ രക്ഷപ്പെടുത്തി വിവരങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോൾ ഇയാൾ പണ്ട് താൻ ഗോവിന്ദൻ നായരായിരുന്ന കാലത്ത് തനിക്കൊരു സ്ത്രീയിലുണ്ടായ മകനാണ്. ഈ രക്ഷിച്ച കുട്ടി വിശ്വനാഥൻ ഇയാളുടെ മകനാണ്. ഏത് കാലത്തെ മകൻ? ഗോവിന്ദൻ നായരായിരുന്ന കാലത്തെ മകൻ. ഇപ്പോൾ അയാൾ സുലൈമാനാണ്, ഖദീജയുടെ കെട്ടിയവനാണ്, 2 മക്കളുമുണ്ട്. വല്ലാത്തൊരു പ്രതിസന്ധിയിലായി സുലൈമാൻ. ഭാര്യയോട് ഇത് പറയാതിരിക്കാം, പക്ഷെ സത്യസന്ധനായതുകൊണ്ട് ഭാര്യയോട് പറഞ്ഞു, ഞാൻ പണ്ട് ഗോവിന്ദൻ നായരായിരുന്നു, അന്ന് എനിക്കൊരു വിവാഹത്തിലുണ്ടായ മകനാണ് ഇവൻ. അത് കഴിഞ്ഞ് ആ സ്ത്രീയുടെ മുഖത്തെ ക്ഷോഭം കാണാൻ വേണ്ടി അയാൾ മുഖമുയർത്തി നോക്കി. അവളുടെ മുഖത്ത് യാതൊരു ക്ഷോഭവുമില്ല. അപ്പോൾ ചോദിച്ചു, ഖദീജ, നിനക്കിത് താങ്ങാൻ കഴിയോ? ഇത് എൻ്റെ വാചകമല്ല കേട്ടോ, ഇത് ഉറൂബ് എഴുതിയതാണ്. ഖദീജ, നിനക്കിത് താങ്ങാൻ കഴിയോ? അപ്പോൾ ആ സ്ത്രീ ചോദിക്കുന്നൊരു ചോദ്യം ഉറൂബ് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അതെന്ത് ചെയ്യുന്നു? എൻ്റെ 2 മക്കളെ നിങ്ങൾ പോയിട്ടുണ്ടല്ലേ, അപ്പം നിങ്ങളുടെ മോൻ എൻ്റെ മോനും പാടെയല്ലേ? എൻ്റെ 2 മക്കളെ നിങ്ങൾ പോയിട്ടുണ്ടല്ലേ, അപ്പം നിങ്ങളുടെ മോൻ എൻ്റെ മോനും പാടെ അല്ലേ? ഒരുപക്ഷെ മലയാളത്തിൽ ഞാൻ കേട്ട ഏറ്റവും തീക്ഷ്ണമായ വികാര നിർഭരമായ ഒരു മതേതര വചനമാണ് ഈ PC കുട്ടിക്കൃഷ്ണമേനോൻ എന്ന ഉറൂബ്. ഉറൂബ് ഒരു അറബി വാക്കാണ്. PC കുട്ടിക്കൃഷ്ണമേനോന് ഉറൂബ് എന്ന വാക്ക് സ്വീകരിക്കുന്നത് ഈ ഒരു സംസ്കാരം, മലപ്പുറത്തിൻ്റെ മഹിതമായ മാനവിക സംസ്കാരം കൊണ്ടാണ്. ഇനി എത്രയോ പറയാനുണ്ട്. MT